ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടൂൾ. ഇത് നമ്മൾ ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ചിലർ ഈ വീഡിയോന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് തന്നെ എന്തിനായിരിക്കും, എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്ന് പഠിക്കണം. അവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ ഒരു 2 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണെന്ന് പറയും. അപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങളോട് നൈട്രജൻ അറ്റോമിക് നമ്പർ 7 ഇതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചു എന്ന് വിചാരിക്കും. അപ്പോ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണം? 7 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നെന്താണ് 5 ഇലക്ട്രോൺ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ സബ്ഷൽ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു സാധനം ഓർത്തിരിക്കുക: 1s 2s 2p, ഓക്കെ, 3s 3p 3v, ഓക്കെ, 4s 4p 4d 4f ഉണ്ട് അവിടെ, അത് നോക്കണ്ട. ഇതിങ്ങനെ വരയിടാം. എസിലെല്ലാം നമുക്ക് മാക്സിമം 2 ഇലക്ട്രോൺസിന് എഴുതാൻ പറ്റുള്ളൂ. പിയിലെല്ലാം നമ്മൾ മാക്സിമം 6 ഇലക്ട്രോൺസ്, ഡിയിൽ വരുമ്പോൾ 10 ഇലക്ട്രോൺ. എഫിന്റെ എഴുതാനായിട്ട് സാധാരണ ചോദിക്കാറില്ല, 14 ഇലക്ട്രോൺ. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ആദ്യം ഫില്ല് ചെയ്യേണ്ടത് എസ് ആണ്. അപ്പൊ 1s എന്ന് എഴുതാം. എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. പിന്നെ ഫില്ല് ചെയ്യേണ്ടത് 2s ആണ്. അപ്പൊ 2s എന്ന് എഴുതാം. എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. പിന്നെ ഫില്ല് ചെയ്യേണ്ടത് നോക്കിയേ, ഇങ്ങനെ വെട്ടും. ആദ്യം വേണ്ടത് 2p ആണ്. അപ്പൊ 2p എന്ന് എഴുതാം. പിയിൽ എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസ്. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 2 2 4 4 6 10. 10 എണ്ണം വേണം? 7 എണ്ണം മതി. അപ്പൊ 2 + 2 4. ഇങ്ങനത്തെ കൂടി മതി, 3 എണ്ണം കൂടി മതി. ഇത്രേ ഉള്ളൂ. ഇതാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ്. അപ്പോ ഇതിന് വേണ്ടി മാത്രം വന്ന കുട്ടികളുണ്ടെങ്കിൽ ഇത് കണ്ടല്ലോ, മനസ്സിലായല്ലോ, ഇനി പോയിക്കോളൂ. നിങ്ങൾ വേറെ ഇഷ്ടമായ വീഡിയോ കാണുന്നുണ്ടാവും, കൂടുതലായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് നോക്കിയത് അല്ലെ? അപ്പൊ ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡ്. പക്ഷെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രോമിയോ അതുപോലെ തന്നെ കോപ്പർ ഒക്കെ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കും, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇതിന്റെ ഒരു ഓർഡർ, ഇത് ഓർഡർ ചെയ്യുന്ന ഇത് ഈ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ഓർഡർ, ഈ ഓർഡർ എന്ന് പറയുന്നത് 1s2, അതുപോലെ തന്നെ 2s2, 2p6, 3s2, 3p6, 4s2, 3d10 ഉണ്ടോ? ഈ രീതിയിലാണ് ഓർഡർ ഫില്ല് ചെയ്ത് പോകുന്നത്. അതായത് ഈ 3p കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 4s ആണ്, അല്ലാതെ 3d അല്ല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത് അല്ലെ? അപ്പോ അടുത്തത് 4p6, 5s2 കേട്ടോ, 5s2, 4d10, 5p6, 6s2, 4f14, 5d10, 6p6, 7s2, 5f14, 6d10, 7p6, 8s2. അപ്പൊ മറ്റേത് നമുക്കൊരു 3 എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ സാറ് ഇവിടം വരെ എഴുതി. എങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ അവസാനം വരെ കാണണം കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഫുൾ വാച്ച് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോണ്ടന്റ് നമ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ കോണ്ടന്റ് നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ്, ഒന്ന് എന്താണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n ആയിരുന്നു. n എന്ന് പറഞ്ഞാൽ വാല്യൂസ് 1 2 3 4. അതായത് ഇപ്പോ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ഇത് ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെൽ, അതാണ് n = 1. ഓക്കെ, സെക്കൻഡ് ഷെൽ, അതായത് n = 2, l, തേർഡ് ഷെൽ, അതായത് n = 3, m. അപ്പോ ഷെല്ലിന്റെ നമ്പറിനെ അല്ലെങ്കിൽ എനർജി ലെവലിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഉപയോഗിച്ച് സൂചിപ്പിച്ചത്. ഇതാണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ, നമ്മൾ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഫ്ലാറ്റിനകത്ത് ഫസ്റ്റ് ഫ്ലോർ, ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ആ ഫ്ലോറിന് ഒരു പേര് ഇട്ടേക്കാണ് കെ ബ്ലോക്ക്. അല്ല, അവിടെ ഒരു മുറിയേ ഉള്ളൂ, അവിടെ ഒരു മുറി മാത്രമേ ഉള്ളൂ. ആ മുറിയുടെ പേരാണെന്ത്? എസ്.
ആ മുറിയിൽ ഒരു കട്ടിലുണ്ട്, അതിനകത്ത് 2 പേർക്ക് കിടക്കാം, അതായത് 2 ഇലക്ട്രോൺസിന് കിടക്കാം. അടുത്ത ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നതിന്റെ പേര് എൽ ആണ്. എൽ എൽ ഇത് ഫസ്റ്റ് ഫ്ലോർ, ഇത് സെക്കൻഡ് ഫ്ലോർ എൽ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 മുറിയുണ്ട്, 2 മുറി. ഓക്കെ, ഒരു മുറിയുടെ പേര് എസ്, ഒരു മുറിയുടെ പേര് പി. ക്ലിയർ ആണല്ലോ. എസ് എന്ന് പറഞ്ഞ മുറിയില് ഒരു കട്ടിലേ ഉള്ളൂ, അപ്പൊ 2 ഇലക്ട്രോൺസ്. ഈ പി എന്ന് പറഞ്ഞ മുറിയില് 3 കട്ടിലുണ്ട് മക്കളെ, അപ്പോ 2 ഇലക്ട്രോൺസ് വെച്ച് എത്ര ഇലക്ട്രോൺസ് അവിടെ മൊത്തം ഉണ്ടാവും? 6 ഇലക്ട്രോൺസ്. അപ്പൊ പിയില് 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. കണ്ടോ? അടുത്ത ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇച്ചിരി കൂടി മുറിയുടെ എണ്ണം കൂടി. അവിടെ എസ് എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്, പി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്, ഡി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്. എസ്സിൽ എത്ര കട്ടിലുള്ളൂ? ഒരു കട്ടിലുള്ളൂ, അപ്പൊ 2 ഇലക്ട്രോൺസ്. ഇവിടെ 3 കട്ടിലുണ്ട്, അപ്പൊ ഒരു കട്ടിലിലും 2 ഇലക്ട്രോൺസ് വെച്ചിട്ട് എന്താണ് 2 പേർക്ക് കിടക്കാം വിചാരിക്കാം. അപ്പൊ അത്രയും 3 × 6. ഇവിടെ വരുമ്പോ 5 ബെഡ് ഉണ്ട്, ഓരോ ബെഡിലും 2 പേർക്ക് കിടക്കാം, അപ്പൊ 10 ഇലക്ട്രോൺസ്. കണ്ടോ? ഇതേപോലെ നമ്മൾ അടുത്ത ഫ്ലോറിൽ, ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 1 2 3 4 4 റൂമുകളുണ്ട്. ഒരെണ്ണം എസ്, ഒരെണ്ണം പി, ഒരെണ്ണം ഡി, ഒരെണ്ണം എന്താണ് എഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്സിൽ ഒരു കട്ടിലിടുള്ളൂ, അപ്പൊ 2 പേർക്ക് അവിടെ കിടക്കാം. ഇവിടെ 3 കട്ടിലുണ്ട്, അപ്പൊ 3 2 6 പേർക്ക്. ഇവിടെ 5 കട്ടിലുണ്ട്, അവിടെ എത്രയാണ്? 10 പേർക്ക് കിടക്കാം. ഇവിടെ 7 കട്ടിലുണ്ട്, അവിടെ എത്ര പേർക്ക് കിടക്കാം? 14 പേർക്ക് കിടക്കാം. ഇതിനകത്ത് ഈ 1 2 3 4 എന്ന് പറയുന്നത് KLMN, അതായത് n=1, n=2, n=3, n=4. കണ്ടോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ്. ഇനി എസ് പി ഡി എന്നൊക്കെ പറയുന്നത് അത് എന്ന് പറയുന്നത് സബ് ഷെല്ലാണ്. ഈ ആദ്യം പറഞ്ഞ കെ എന്ന് പറയുന്നത് ഷെല്ലും, ഷെല്ലിനകത്ത് ഒരു റൂം ഉണ്ടെങ്കിൽ അതെന്താണ്? സബ് ഷെല്ലുമാണ്. കിട്ടിയല്ലോ. ഇപ്പൊ പി എടുക്കുകയാണെങ്കിൽ പി എന്ന് പറയുന്ന ഒരു സബ് ഷെല്ല്, അതിനകത്ത് തന്നെ പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസെഡ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓരോ ഓർബിറ്റിലാണ് അതൊക്കെ. അതിനകത്ത് 2 ഇലക്ട്രോൺസ് വെച്ച് കൊള്ളും. അപ്പൊ പി എന്ന് പറയുമ്പോൾ അത് 3 ആയിട്ട് നിങ്ങൾ കാണണം. പി എക്സ്, പി വൈ, പി ഇസെഡ്, ഓരോന്നിൽ 2 എണ്ണം. അപ്പൊ 3 2 6 എണ്ണം. ടോട്ടൽ ഇലക്ട്രോൺസ് 6 എണ്ണമാണ് എവിടെ ഉണ്ടാവുക? ഈ പറയുന്ന പിയിൽ ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഡി എന്ന് പറയുമ്പോൾ 5 ഓർബിറ്റിലുണ്ട്. അതായത് ഡി എന്ന് പറഞ്ഞ മുറി തുറക്കുമ്പോൾ 5 കട്ടിൽ, ഓരോ കട്ടിലും 2 പേർക്ക്, 5 × 2 10. എഫ് എന്ന് പറഞ്ഞ മുറി തുറക്കുമ്പോഴോ അതിനകത്തോ 7 കട്ടിൽ, 7 × 2 14 ഇലക്ട്രോൺസ്. കിട്ടിയല്ലോ? അപ്പൊ നിങ്ങളൊരു ബിൽഡിങ്ങിലേക്ക് ചെല്ലുന്ന ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുമ്പോൾ ഒരു റൂമുള്ള, ആ റൂമിന്റെ പേര് എന്താണ്? എസ്. തുറന്നകത്ത് കയറുമ്പോൾ ഒരു കട്ടിലുള്ള, അവിടെ 2 പേർക്ക് കിടക്കാം. കിട്ടിയോ? അപ്പൊ അവിടെ ഇലക്ട്രോൺസ് എങ്ങനെയാണ് കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺസ് മുകളിലേക്ക്, ഒരു ഇലക്ട്രോൺസ് താഴേക്ക്. ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് സ്പിന്ന് നമ്മൾ പഠിച്ചില്ലേ? സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പൊ അതുകൊണ്ടാണ് ഓരോ ഇലക്ട്രോണിനും വ്യത്യസ്ത ക്വാണ്ടം നമ്പറാണ്. ഇപ്പൊ ആദ്യത്തെ ഇലക്ട്രോണിന് മുകളിലേക്കാണ് സ്പിന്നിങ്കിൽ, രണ്ടാമത്തെ ഇലക്ട്രോൺ താഴേക്കാണ് സ്പിൻ. അപ്പോൾ 2 പേരും വ്യത്യസ്ത ക്വാണ്ടം നമ്പറാണ്. ആദ്യത്തെ 3 ക്വാണ്ടം നമ്പർ സെയിം ആണെങ്കിൽ സ്പിന്ന് വ്യത്യസ്തം. കണ്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ ആവശ്യകത ഇവിടെ എന്താണ്. ഇപ്പൊ നോക്കി, ഇപ്പോ n = 1, എന്നിന്റെ വാല്യൂ 1 ആവും. ഓക്കെ, എന്നിന്റെ വാല്യൂ 1 ആവുമ്പോ എൽ എന്ന് പറയുന്നത് എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എല്ലിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 to n-1. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പോ n = 1 ആവുമ്പോ 0 to n-1, 1 - 1, അതായത് 0 to 0, അതായത് 0. കണ്ടോ? 0 വന്നാൽ, എല്ലിന്റെ വാല്യൂ 0 വന്നാൽ അതിനെയാണ് എസ് എന്ന് പറയുന്നത്. എല്ലിന്റെ വാല്യൂ 0 ആണെന്ന് എനിക്ക് കിട്ടുന്നെങ്കിൽ അതിന്റെ പേരെന്താണ്? എസ്. അവിടെ എസ് സബ്ഷെൽ ഉണ്ട്. എല്ലിന്റെ വാല്യൂ അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 കിട്ടിയാൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ എസ് സബ്ഷെൽ ഉണ്ട്. അപ്പോ കെ എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണ്. അതിന്റെ എല്ലിന്റെ വാല്യൂ 0 ആണ്. അതിനകത്ത് ആരുണ്ട്? എസ് ഉണ്ട്. കിട്ടിയല്ലോ? കിട്ടി. യെസ്. അപ്പൊ കെയിൽ എന്ത് മാത്രമേ ഉള്ളൂ? എസ് മാത്രമേ ഉള്ളൂ. അപ്പോ ഷെല്ല് കെ, അതിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അതെന്താണ്? 1. ഓക്കെ, അതിന്റെ എല്ല് 0, അതിനകത്തുള്ള സബ് ഷെല്ല് ആരാണ്? എസ് മാത്രം. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിലെ
എസ് 1s കിട്ടിയല്ലോ 1s. അതാണ് ഈ ആദ്യം കിട്ടിയത് 1s. കണ്ടോ, അതിനകത്ത് ഒരു കിടക്കേ ഉള്ളൂ, 2 ഇലക്ട്രോൺസ് ഉള്ളൂ പരമാവധി. ഓക്കെ, യെസ്. അടുത്ത ഷെല്ലിലേക്ക് വരുമ്പോൾ എൽ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2, അതായത് രണ്ടാമത്തെ എനർജി ലെവലാണ്. അതിനകത്ത് എല്ല് കണ്ടുപിടിക്കണം. അപ്പോ എൽ എങ്ങനെ വരും നോക്കുക, n മൈനസ് 1 0 to n മൈനസ് 1. അപ്പൊ 0 to n എത്ര 2 അല്ലേ, 2 മൈനസ് 1, അതായത് 0 to 1, 0യും 1. അപ്പൊ ഇവിടെ വരുന്നത് 0 ഉണ്ട് 1 ഉണ്ട്. കണ്ടോ മക്കളെ, 0 വന്ന ആരാണ്, എസും 1 വന്നു കഴിഞ്ഞാൽ 1 വന്നാൽ അവിടെ പി ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോ ഈ എൽ എന്ന് പറഞ്ഞ ഷെല്ലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. പക്ഷെ എല്ലിന് അവിടെ 2 വാല്യൂ ഉണ്ട്, ഒന്ന് 0 ഒന്ന് 1. 0 മീൻസ് എന്താണ്, എസ്, 1 മീൻസ് എന്താണ്, പി. കണ്ടോ, അപ്പോ രണ്ടാമത്തെ ഷെല്ലിൽ എസ് ഉണ്ട്, രണ്ടാമത്തെ ഷെല്ലിൽ തന്നെ എന്തും കൂടി ഉണ്ട്, പി ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 2 എസ് ഉണ്ട് 2 പി. കണ്ടോ, ഈ 2 റെപ്രസെന്റ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തെ ഷെല്ല് 2 റെപ്രസെന്റ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, രണ്ടാമത്തെ ഷെല്ല്. കിട്ടിയോ? അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ 2 പേരേ ഉള്ളൂ, 2 സബ് ഷെല്ലേ ഉള്ളൂ, അത് എസും പിയുമാണ്. സിമിലാർലി നിങ്ങൾ താഴേക്ക് എഴുതി പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ, ഒരാളെ കൂടി സാർ പറയാം, എം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3. അപ്പൊ എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എല്ലിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ, നമ്മൾ ഈ പഠിച്ച ഫോർമുല ഉപയോഗിക്കുക, എന്താണ്, 0 to n മൈനസ് 1. അപ്പോ 0 to എന്താണ് 3 മൈനസ് 1, 0 to 2. കണ്ടോ, 0 മുതൽ 2 വരെ, 0 മുതൽ 2 വരെ എന്ന് പറയുമ്പോ 0 1 2. കണ്ടോ, 0 റെപ്രസെന്റ് എസ്, 1 റെപ്രസെന്റ് പി, 2 റെപ്രസെന്റ് ഡി, അതുപോലെ 3 റെപ്രസെന്റ് എഫ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഉദ്ദേശിക്കുന്നത്, എൽ വാല്യൂ ഓരോരുത്തരുടെയും എൽ വാല്യൂ 0 ആണെങ്കിൽ എസിനെയാണ് സൂചിപ്പിക്കുന്നത്. എൽ വാല്യൂ അസിമെട്രിക് ക്വാണ്ടം നമ്പർ വാല്യൂ 1 ആണെങ്കിൽ അത് പി ആണ് സൂചിപ്പിക്കുന്നത്. എൽ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി ആണ് സൂചിപ്പിക്കുന്നത്. എൽ വാല്യൂ 3 ആണെങ്കിൽ അത് എഫിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് എഫ് എന്ന് പറയുന്ന സെക്ഷൻ അവിടെ. അപ്പൊ ഇവിടെ 0 1 2, അപ്പൊ 0 എന്തിനെ സൂചിപ്പിക്കുന്നു, എസിനെ സൂചിപ്പിക്കുന്നു. 1 എന്തിനെ സൂചിപ്പിക്കുന്നു, പി യെ സൂചിപ്പിക്കുന്നു. 2 എന്തിനെ സൂചിപ്പിക്കുന്നു, ഡി യെ സൂചിപ്പിക്കുന്നു. ദാറ്റ് മീൻസ് മൂന്നാമത്തെ ഷെല്ലിൽ, മൂന്നാമത്തെ എനർജി ലെവലിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആകുമ്പോൾ 3 സബ് ഷെൽ ഉണ്ട്. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറയട്ടെ, ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ 1 സബ് ഷെൽ, 2 ആണെങ്കിൽ 2 സബ് ഷെൽ, 3 ആണെങ്കിൽ 3 സബ് ഷെൽ ഉണ്ടാവും, എസും പിയും. അപ്പൊ അത് രണ്ടും സെയിം ആണ്, എല്ലാം സെയിം ആണ്. അപ്പോ എസ്, ഈ എസിന് എന്ത് പറയും, മൂന്നാമത്തെ ഷെല്ലിലെ എസ് 3s. ഈ പി എന്ത് പറയും, മൂന്നാമത്തെ ഷെല്ലിലെ പി 3p. ഈ ഡി എന്ത് പറയും, മൂന്നാമത്തെ ഷെല്ലിലെ ഡി 3d. കിട്ടിയല്ലോ, കിട്ടിയല്ലോ, യെസ്. ഇതേപോലെ തന്നെയാണ് എഫിന്റെ കേസിൽ, അത് നിങ്ങളായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ബേസിക് ആയിട്ട് നമ്മളെ ഒരു കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് എൽ വാല്യൂസ്, ഓരോരുത്തരുടെയും എൽ വാല്യൂസ് വളരെ ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കണം, ഒരിക്കലും തെറ്റിപ്പോകാൻ പാടില്ല. അപ്പോ എല് 0 എസിനെയാണ് സൂചിപ്പിക്കുന്നത്, 1 വന്നാൽ പി ആണ്, 2 വന്നാൽ എന്താണ്, ഡി ആണ്, 3 വന്നാൽ എഫ്. ഓക്കെ, എൽ വാല്യൂസ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, യെസ്. അപ്പോ ശരി, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇലക്ട്രോൺസ് പോകുന്നത് ആദ്യം ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരവുമായിട്ട് ഓഫ് പ്രിൻസിപ്പിൾ നോർ പ്രിൻസിപ്പിൾ ഉണ്ട്. അതാണ് സാർ നേരത്തെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വെക്കിയിട്ട് ഓർഡറായി കാണിച്ചു തന്നിരിക്കും. അതെന്തെങ്കിലും നമ്മൾ വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഇവിടെ എത്ര വരെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഈ സാറ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അത് അവസാനം പറഞ്ഞതുള്ളൂ, അവസാനം വരെ വെക്കുക. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ എഴുതിയിരിക്കുന്ന ഓർഡർ ശരിയാണോ തെറ്റാണോ എന്നെങ്ങനെ പരിശോധിക്കും. അതിന് നമുക്ക് ഒരു റൂൾ ഉണ്ട്, അതാണ് N+L റൂൾ. ആ റൂളിന്റെ പേരെന്താണ്, N+L റൂൾ. ഇത് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കും, പല രീതിയിൽ ചോദിക്കും. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാവരുടെയും N+L റൂൾ ഉപയോഗിച്ച് ശരിയാണെന്ന് ചെക്ക് ചെയ്യുന്നതോടുകൂടി എന്താണ് ഈ N+L എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കും. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് ഏത് തരത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാനും പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് N+ റൂൾ? അപ്പൊ N എന്താണെന്ന് സാർക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്താണത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. L എന്താണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താണ് L റെപ്രസെന്റ് ചെയ്യുന്നത്? സബ് ഷെല്ലിനെയാണ്. L = 0 ആണെങ്കിൽ എസ്, എല്ലിന്റെ വില 1 ആണെങ്കിൽ പി, എല്ലിന്റെ വില 2 ആണെങ്കിൽ ഡി, എല്ലിന്റെ വില 3 ആണെങ്കിൽ എഫ്.
കിട്ടിയല്ലോ. യെസ്. എൻ എന്താ സൂചിപ്പിക്കുന്നത്? ഷെല്ലിന്റെ നമ്പർ KLMN. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം 1s എടുക്കാം. സാർ ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡർ ശരിയാണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എസിന്റെ വാല്യൂ എത്രയാണ്? 0. ഉത്തരം എന്താ എനിക്ക് കിട്ടിയത്? 1. ശരിയാണ്. ആദ്യത്തെ ആള് കാണും. അപ്പൊ ഇത് കറക്റ്റ്. ഇനി അടുത്ത ആള്, ഇത് 1 കഴിഞ്ഞിട്ടുള്ള ആളാണ് വരണ്ടേ നോക്കണം. 2s എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ നോക്കാൻ പോവുകയാണ്. 2 പ്ലസ് എസിന്റെ വാല്യൂ എന്താണ്? 0. അപ്പൊ ആദ്യം n പിന്നെ l. അങ്ങനെയാണ്. n ആണ് ഈ ആദ്യം കിടക്കുന്ന വാല്യൂ. ഇതിന്റെ നമ്മൾ s ആണെങ്കിൽ 0 കൊടുക്കണം. ഇവിടെ നോക്കിയിട്ട് 0 കൊടുക്കണം. ആൻസർ 2. ശരിയാണ്. രണ്ടാമത്തെ ആൾ ഇതാണ്. അടുത്ത് നോക്കാം നമുക്ക് എന്താണ്? 2p. അടുത്ത സബ്ഷെൽ എഴുതിയ 2p ആണ്. 2p നോക്കാം. 2 പ്ലസ് p. p എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 1 ആണ്. ഓക്കെ. സീക്വൽ ടു 3. കറക്റ്റ് ആണ്. 3 അതാ. അപ്പൊ ഇത്രയും നമ്മൾ എഴുതിയത് വരെ ശരിയാണ്. കാരണം ഇതിന്റെ വാല്യൂ 1, ഇത് 2, ഇതിന്റെ വാല്യൂ 3. 1, 2, 3 ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ ഈ ഓർഡറിലാണ് സാർ എഴുതിയിരിക്കണേ. ഓക്കെ. ഞാൻ അടുത്തതിലേക്ക് വരാം. അടുത്തത് എന്താണ്? 3s ആണ്. 3s. അപ്പോ 3 പ്ലസ് എസിന്റെ വില 0. ഉത്തരം 3. അപ്പോഴാണ് ഒരു പ്രശ്നം പറഞ്ഞത് സാറേ, ഇവിടെ രണ്ട് സ്ഥലത്തും 3 ആണല്ലോ. അതായത് 2pയുടെ വാല്യൂവും 3sന്റെ വാല്യൂവും 3 തന്നെയാണ്. അപ്പോഴാണ് n+1 റൂളിന്റെ സെക്കൻഡ് റൂള്. മനസ്സിലായോ? ഇഫ് എന്താണ്? ബോത്ത് വാല്യൂസ് ആർ സെയിം. എന്താണ്? n വാല്യൂ നിങ്ങൾ എടുക്കുക. അതിനകത്ത് ഏറ്റവും എന്താണ് കൂടുതലുള്ളത്, n വാല്യൂ കൂടുതലുള്ളതിന് മുന്നേ n വാല്യൂ കുറഞ്ഞുള്ളത് എഴുതണം. അപ്പൊ n വാല്യൂ കുറഞ്ഞത് ആദ്യം എഴുതണം. പിന്നെ എന്താണ്? n വാല്യൂ കൂടുതലുള്ളത് എഴുതണം. കണ്ടോ? ഇപ്പൊ രണ്ട് n വാല്യൂസ്, ഇത് രണ്ട് സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആദ്യം എഴുതണം, പിന്നെ എഴുതണം. 2pയിൽ 2 ആദ്യം എഴുതണം, then 3. ഓക്കെ. അല്ല, ഇത് മാത്രം നോക്കാൻ പറ്റൂല. ഇത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. n+l. അപ്പോ കിട്ടുന്ന വാല്യൂ സെയിം ആയി പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? എന്നിന്റെ വാല്യൂ നോക്കണം. അവിടെ എന്നിന്റെ വാല്യൂ ഏറ്റവും ചെറുത് ആദ്യം എഴുതണം, വലുത്. അങ്ങനെയാണ് ഇവിടെ എന്താണ് നമ്മൾ 2p വന്നത്. കാരണം ഇത് രണ്ടു പേർക്കും n വാല്യൂസ് 3 ആണെങ്കിൽ പോലും 2p എഴുതാനുള്ള കാരണം 2 ആണ് 3നേക്കാളും ചെറുത്. അത്രയും ക്ലിയർ ആണോ? യെസ്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഐഡിയ കാണും അല്ലെ? ബാക്കിയുള്ളതെല്ലാം നമുക്ക് പടപടാന്ന് പറയാൻ ചെയ്യാം. അപ്പൊ 3s വരെ നമ്മൾ ചെയ്യാം. അടുത്തത് 3p. വേഗം ചെയ്യാം കേട്ടോ. 3 പ്ലസ് p. പിയുടെ വാല്യൂ എത്രയാണ് നോക്കിയേ? 1. ദാറ്റ് ഈസ് 4. ഓക്കെ. അടുത്തത് 4s എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 0 ദാറ്റ് ഈസ് 4. അഗെയിൻ രണ്ട് സെയിം ആയി. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? 3ഉം 4 ഏതാണ് ചെറുത്? 3 ആണ്. അപ്പൊ 3 ആണ് ആദ്യം വരുന്നത്. അതുകൊണ്ടാണ് 3p വന്നത്. 4s. കണ്ടോ? ക്ലിയർ ആണോ? സാറേ ശരിക്കും 3 എന്ന് പറയുന്ന ഷെല്ലിനകത്ത് എസും പിയും ഡി ഇല്ല. അപ്പൊ 3d എഴുതാണ്ട് എന്തുകൊണ്ടാണ് 4s എഴുതിയത്? നമുക്ക് നോക്കാം. 3dയുടെ വാല്യൂ നോക്കാം. 3d എന്ന് പറഞ്ഞാൽ 3 പ്ലസ് d. എത്രയാണ്? 2. 3d കണ്ട 5. 3dയുടെ വാല്യൂ നോക്കി നിങ്ങൾ. 3 പ്ലസ് 2 5 അല്ലേ? അപ്പൊ 5 ആദ്യം എഴുതാൻ പറ്റും. 4 കഴിയാണ്ട് 5 എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് 4s കഴിഞ്ഞിട്ട് എന്ത് എഴുതുള്ളൂ? നമ്മൾ 3d എഴുതുള്ളൂ. അതായത് ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്ക് പ്ലേസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ എനർജി. അപ്പൊ എനർജി കുറവ് 4sനാണ് 3dനേക്കാളും. അതുകൊണ്ട് 4s ആദ്യം ഫില്ല് ചെയ്തതിനു ശേഷം എന്ത് ഫില്ല് ചെയ്യുള്ളൂ? 3d ഫില്ല് ചെയ്യുള്ളൂ. മനസ്സിലായോ? ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇവിടെ എത്തുമ്പോഴാണ് ഇയാൾ മാറുന്നത്. ശരിക്കും 3d അല്ല ഇവിടെ വരണ്ട, 3p കഴിഞ്ഞു. പക്ഷെ 4s എന്തുകൊണ്ട് വന്നു? നമ്മൾ ഈ റൂൾ വെച്ച് നോക്കുമ്പോൾ 4sനാണ് എനർജി കുറവ്, പക്ഷെ 3dക്ക് എനർജി കൂടുതലാണ്. കിട്ടിയല്ലോ? 4sന്റെ വാല്യൂ 4 ആണ്, 3dയുടെ വാല്യൂ എന്താണ്? 5 ആണ്. അപ്പൊ 4s കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? 3d എഴുതാൻ പറ്റുള്ളൂ. കിട്ടിയോ? യെസ്. അടുത്ത ഓർഡർ വരുന്നത് 4p ആണ്. 4p എന്ന് പറഞ്ഞാൽ 4 പ്ലസ് p. p എത്രയാണ്? 1 ആണ്. സോ 4 പ്ലസ് 1 5. അഗെയിൻ രണ്ടും സെയിം വന്നല്ലോ സാർ. വന്നോട്ടെ. അതിനകത്ത് 3ഉം 4ഉം ഉണ്ട്. അപ്പൊ 3 കഴിഞ്ഞിട്ട് എന്ത് എഴുതാൻ പാടുള്ളൂ? 4 എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ 4p. ക്ലിയർ അല്ലേ? അപ്പൊ 5 വരെയായി. നെക്സ്റ്റ്. അപ്പൊ 4p വരെ നമ്മൾ എഴുതി. ഇനിയിപ്പോ വേഗം ചെയ്യാം. 5s എല്ലാം ചെക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. 5 പ്ലസ് 0 5. ഓക്കെ. അടുത്തത് 5x കഴിഞ്ഞ 4d. 4 പ്ലസ് 2 6. കറക്റ്റ് ആണ്. ഓക്കെ. അടുത്തത് 5p എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 1 6. 2 6 വന്നു. പക്ഷെ ഇതാണ് ചെറുതാന്നുകൊണ്ട് ഇത് ആദ്യം എഴുതി.
5p കഴിഞ്ഞു. അടുത്തത് 6x എന്ന് പറയുമ്പോൾ 6+0 രണ്ട് 6 വന്നു സാർ, പക്ഷെ ഇവിടെ 5 ആണ് ചേർന്നത് എഴുതി. അടുത്ത് 4f ഈക്വൽ ടു 4+f എത്രയാണ് 3 7 കണ്ടോ 6 ഇൻറ്റു 7 അത് കറക്റ്റ് ആണ്. അടുത്തത് 5d എന്ന് പറഞ്ഞാൽ 5+dയുടെ വാല്യൂ എത്രയാണ് 2 7. അപ്പൊ ഇത് 7 ഇത് 7 പക്ഷേ 4 ആണ് ആദ്യം, അതുകൊണ്ട് 4f വന്നു. അടുത്തത് 6p എന്ന് പറയുമ്പോൾ മക്കളെ 6+p എത്രയാണ് 1 ദാറ്റ് ഈസ് 7. രണ്ട് 7 വന്നല്ലോ സാർ, പക്ഷെ 5 ആണ് ആദ്യം 5d. അടുത്ത 7s എന്ന് പറയുമ്പോൾ 7+0 ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഓക്കെ. അടുത്തത് 5f എന്ന് പറയുമ്പോൾ 5+3 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഓക്കെ. ദെൻ 6d എന്ന് പറയുമ്പോൾ 6+2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 8 രണ്ടും 8 ആണ്, പക്ഷെ 5ന്റെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം. അടുത്തത് 7p എന്ന് പറയുമ്പോൾ 7+1 ദാറ്റ് ഈസ് 8. ഓക്കെ. ലാസ്റ്റ് 1 8 അത്ര പഠിച്ചാൽ അത്രയൊന്നും പഠിക്കണ്ട. 8+0 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇതിനകത്ത് നിങ്ങൾ ഇവിടെ വരെ പഠിച്ചാൽ ഒരു 4p വരെയൊക്കെ ഇത്രയും ഓർത്തിരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഫുൾ ഇലക്ട്രോണിക് കോമ്യൂണിക്കേഷനും ഈസി ആയിട്ട് എഴുതാം. അത് ഓർത്തിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ട്രിക്ക് ഉണ്ട്, അതൊക്കെ സാർ പറഞ്ഞുതരാം, വഴിയെ പറഞ്ഞുതരാം, എല്ലാം എഴുതി വരട്ടെ പറഞ്ഞുതരാം. ഓക്കെ. ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് എന്തുകൊണ്ടാണ് ഈ ഓർഡറിൽ എഴുതുന്നത് മനസ്സിലായി അല്ലേ? യെസ്, ഓർഡറൊക്കെ പഠിപ്പിച്ചു തരാട്ടാ, ഡോണ്ട് വെറി. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ എന്താണ് അതിന്റെ അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അതിന്റെ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകുമ്പോൾ നമുക്ക് മെമ്മറിയിൽ നിൽക്കും. ഈ ഇടയ്ക്ക് കയറി പഠിക്കുമ്പോഴാണ് പ്രശ്നം. ക്ഷമയില്ല പലരും വീഡിയോ അടിച്ച് കാണും, പക്ഷെ അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ഉത്തരം മാത്രം മതി, അങ്ങനെ പോകുന്ന ആൾക്കാർ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ പീരിയോഡിക് ടേബിളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ആണ് ഇവിടെ കിടക്കുന്ന ഒരാൾ. ഓക്കെ. ഈ അറ്റത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഹീലിയം. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഹൈഡ്രജന്റെ താഴേക്ക് നോക്കുമ്പോൾ ലിഥിയം കാണാം, സോഡിയം, ഓക്കെ, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നില്ല, നമുക്ക് അത്രയും മതി. സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണേഷ്യം, ബേരിയം, റേഡിയം ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ സെക്കൻഡ് ഗ്രൂപ്പ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. ക്ലിയർ? അതിനകത്ത് നമുക്ക് ലാസ്റ്റത്തെ ആളെ എഴുതാം. ഓക്കെ. ലാസ്റ്റത്തെ ആളെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നിയോൺ എന്ന് പറഞ്ഞൊരാളാണ്. ഓക്കെ. ആൻഡ് ഹിയർ ഫ്ലൂറിൻ ആയിരിക്കും വരാം, ഇവിടെ നമുക്ക് ഓക്സിജൻ ആണ് വരാം, ഇവിടെ നൈട്രജൻ ആണ് വരാം. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. ഓക്കെ. ഇതിന്റെ നേരെയാണ് മൂന്നാമത്തെ പീരീഡിലെ നേരെ വരുന്ന ആൾക്കാരാണ് ബോറോൺ, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. ഓക്കെ. അത് കഴിഞ്ഞ് കാൽസ്യം 20 അറ്റോമിക് നമ്പർ 20 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് നമ്പർ 1 2 ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്താണ് 13 14 15 16 17 18. അപ്പൊ ഒരു മിസ്സിംഗ് വന്നല്ലോ സാറേ, 1 2 കഴിഞ്ഞപ്പോ 13 ആണല്ലോ. അതെ, 13 കഴിഞ്ഞ പിന്നെ ഇവിടെ വരുന്ന 3 4 5 6 7 8 9 10 11 12. മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, ഒമ്പതാമത്തെ, പത്താമത്തെ, 12. ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്. അല്ല, ഏറ്റവും അവസാനത്തെ ആളാണ് സിങ്ക്, അതിന് തൊട്ട് മുന്നിൽ കോപ്പർ. മനസ്സിലായോ? ഇവിടെ കാൽസ്യം കഴിഞ്ഞ് കഴിഞ്ഞാല് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, മാംഗനീസ്, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്.
ഇത്രയും ആണ് നമ്മൾ പഠിക്കാൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബാക്കിയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? ഇത്രയും പേരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കും. 2 രീതിയിൽ എഴുതാൻ പഠിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുക്കാണ്. ഇപ്പൊ മക്കളെ ഓൺ എക്സാം അടുത്തല്ലോ. ഓൺ എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നൊരു വീഡിയോ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം ടിപ്സ്. സാർ എന്താ ചെയ്യുന്നത്? സാറ് സ്കൂളിൽ പഠിപ്പിക്കണേണോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി ആയിട്ടാണ് ആ വീഡിയോ ഉള്ളത്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിനകത്ത് നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഈ ഓൺ എക്സാമിന് ബേസ് ചെയ്തിട്ട് 3 മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ബാക്കി 27 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് മൊത്തം 30 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് സാറ് ഒരു ഇ ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിയിട്ട് പഠിക്കാം. അതായത് ഇനിയുള്ള 15 ദിവസം, ഇപ്പൊ എപ്പോഴാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല, അതനുസരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇന്നാണ് വീഡിയോ കാണുന്നെങ്കിൽ ജൂലൈ 31-നാണ് കാണുന്നെങ്കിൽ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ എല്ലാ ദിവസവും 2 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മിനിമം 1 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ഈ വരുന്ന ഓൺ എക്സാമിന് 40-ൽ 40 മാർക്ക് വാങ്ങാം. അതായത് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് പോലെ നമ്മൾ എന്താണ് ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഏകദേശം 414 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് എല്ലാ മോഡലും സാർ വരാൻ സാധ്യതയുള്ള എല്ലാ മോഡലും പുതിയ നിങ്ങളുടെ എസ് എസ് സി ആയിട്ട് ഇറക്കിയ പുതിയ മോഡൽ അനുസരിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഈ 3 ചാപ്റ്ററിന്റെയും ഓൺ എക്സാമിനുള്ള റിവിഷൻ നോട്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങളത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ 3ആണ്. 1 റിവിഷൻ നോട്ട്സ്, പെട്ടെന്ന് നോട്ട്സ് നോക്കാം. 2 നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻ പേപ്പർ, ഫസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം വരുന്നത് ഏറ്റവും അവസാനമാണ്. അപ്പൊ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ എത്ര മാർക്ക് കിട്ടും. ബാക്കിയുള്ള 27 ക്വസ്റ്റ്യൻ പേപ്പർ മക്കളെ ആ ക്വസ്റ്റ്യന്റെ താഴെ തന്നെ അപ്പൊ തന്നെ ആൻസർ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി അപ്പൊ തന്നെ പഠിച്ചു പോകാം. ഞാൻ 100% ഉറപ്പ് തരുന്നു, ഈ 30 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പുറത്തൊന്നും ചോദിക്കില്ല. അത്രയും സാറ് റെഫർ ചെയ്തിട്ടാണ്, 1 മാസം എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങുക, പേടിക്കണ്ട. ഒരുപാട് പൈസയൊന്നുമില്ല, 100 രൂപയാണ് അതിനകത്തുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പേരും ഇമെയിൽ ഐ ഡി വാട്സപ്പ് നമ്പർ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇമെയിൽ ആയിട്ട് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓഫർ ഉണ്ട്, 20% ഓഫർ ഉണ്ട്. അതായത് 80 രൂപ കൊടുത്താൽ മതി. ഇനി ഏതെങ്കിലും നമ്മളുടെ 5 വീഡിയോസ് ലൈക്ക് ചെയ്യുകയും അതേ വീഡിയോസിന് തന്നെ ഒരു കമന്റ്, അതായത് ഓരോ വീഡിയോസും ഒരു കമന്റ് വെച്ച് 5 വീഡിയോസ് കമന്റ് വിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് സാറിന് അയച്ചു തരികയാണെങ്കിൽ വെറും 50 രൂപ മാത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഇ ബുക്ക് വാങ്ങാം. അത് വേറെ എങ്ങും കിട്ടിയിട്ടില്ല, എങ്ങനെ ഡയറക്റ്റ് വാങ്ങാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇത് പുതിയ ബുക്കാണ്. അപ്പോൾ ഈ ഒരു സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണയുള്ള ഇത്രയും വീഡിയോസ് നമ്മൾ പഠിപ്പിച്ചില്ലേ, അപ്പൊ സാറിന് ഇതിനെ കുറിച്ച് എന്തായാലും ധാരണ ഉണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പൊ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് പീരീഡ് ബ്ലോക്കിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. അതോടുകൂടി അത് നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും. നമ്മളുടെ ഈ ഓണം എക്സാമിനുള്ള വീഡിയോ ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ വീഡിയോ ക്ലാസ്സിന്റെ ലിങ്കും അതിനകത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കിട്ടാൻ പോകുന്ന ഇ ബുക്ക്, റിവിഷൻ നോട്ട് പ്ലസ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡൗട്ട് ക്ലിയർ. അതായത് നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങുന്നവർക്ക് സാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഡൗട്ട് ക്ലിയറിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഈ ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ഏതൊരു ക്വസ്റ്റ്യന്റെ ആൻസർ സാർ അത് അങ്ങനെ വന്നു, സാർ അതെങ്ങനെ വന്നു, സാർ ഇങ്ങനെ ആയിക്കൂടെ എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കും. അതായത് 10 പൈസ നിങ്ങൾ അതിന് മുടക്കണ്ട. ഓക്കെ. ഇനി ഈ ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചിലരുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർ ആയിട്ട് ജോയിൻ ചെയ്ത് സ്പോൺസർ ആയിട്ടോ സപ്പോർട്ടർ ആയിട്ടോ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾ മെമ്പർ ആണെന്നുള്ളതിന്റെ തെളിവായിട്ട് ആ മെമ്പർഷിപ്പിന്റെ ഇത് സാറിന് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഈ ബുക്ക് ലഭിക്കും. ഓക്കെ. അപ്പോൾ ഇത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ കാണുന്ന ലിങ്കിൽ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ. സമയമായി. ഇനി നിങ്ങൾ ഓൺ എക്സാം നോക്കിയിരിക്കരുത്. ഇപ്പൊ നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ എക്സാം അറിയാലോ. എത്ര ചാപ്റ്റർ ഉണ്ട്? ഗവൺമെന്റ് തന്നെ ബുക്ക് ഇറക്കിയിട്ടില്ല സെക്കൻഡ് പാർട്ട്. അപ്പൊ എത്ര ചാപ്റ്റർ ഉണ്ട്? അതൊക്കെ പഠിച്ചു വരുമ്പോൾ ഇതൊക്കെ മറന്നുപോകില്ലേ? അപ്പൊ ഇപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്താൽ നല്ല ഓർമ്മയുണ്ടാവും. ഇതൊരു അസറ്റ് ആണ്, സ്വത്താണ്, കൈവശം വെക്കുക. അപ്പൊ ഡിസംബറിൽ എക്സാമിനും അതുപോലെ ഫൈനൽ എക്സാമിനൊക്കെ ഇനി നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞേ നോക്കണ്ട. ഈ 3 ചാപ്റ്റർ അതേപോലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അത് മാത്രമല്ല ഓഫർ ചെയ്യുന്നത് ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഓരോന്നിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ഓരോന്നും എഴുതി നോക്കണം. ഇതൊക്കെ എനിക്ക് അറിയാം, പിന്നെ പോട്ടെ, അങ്ങനെയല്ല. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന കംപ്ലീറ്റ് എലമെന്റ്സിന്റെ നിങ്ങൾ സാറിൻ്റെയോടൊപ്പം ഒരു ബുക്കും പേനയും എടുത്ത് എഴുതുക. ഓക്കെ. ക്ലിയർ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ. അപ്പൊ മക്കളെ നമുക്ക് ആദ്യത്തെ ആളായ ഹൈഡ്രജനിൽ തുടങ്ങാം.
അത് വളരെ ഈസി അല്ലേ? ഈസിയാണ്. ഹൈഡ്രജൻ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ബ്ലോക്ക് ആണ്, സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് കിടക്കണം. ഇവിടെ താഴെയായിട്ട് മുട്ടിച്ചിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അറ്റോമിക് നമ്പർ ആണ് ഈ താഴെ കൊടുക്കുന്നത് 1. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അത്രയും തന്നെ ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് ഇലക്ട്രോണിന്റെ നമ്പർ നമ്മൾ എന്ത് തന്നെയാണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ 1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണവും എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ആദ്യം പഠിച്ചത്, കാരണം ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അതായത് 1s ആദ്യത്തെ ഷെല്ലിൽ എസ് മാത്രം, 2 രണ്ടാമത്തെ ഷെല്ല്, അതിനകത്ത് എസ് ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്? പി ഉണ്ട്. മൂന്നാമത്തെ ഷെല്ല്, അതിനകത്ത് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. നാലാമത്തെ ഷെല്ല്, അതിനകത്ത് എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. എഫ് വരാത്തതുകൊണ്ട് ഇത്രയും പഠിച്ചാൽ മതി മക്കളെ, ഇത്രയും മതി. എസിലെല്ലാം 2 ഇലക്ട്രോൺ, പിയിലെല്ലാം 6 ഇലക്ട്രോൺ, ഡിയിലെല്ലാം എത്ര ഇലക്ട്രോൺ? 10 ഇലക്ട്രോൺ. ഇത് നിങ്ങൾ ഒരു സൈഡിൽ പരീക്ഷയ്ക്ക് സൈഡിൽ ഇങ്ങനെ എഴുതി. കാരണം എന്ന് വെച്ചാൽ തിരക്ക് പിടിച്ചിട്ടുണ്ട് തെറ്റിക്കും. അപ്പോൾ ഹൈഡ്രജനിൽ ആദ്യം ഫില്ലിംഗ് നടത്തി ഇങ്ങനെ വെട്ടണം കണ്ടോ. ആദ്യം ഫില്ലിംഗ് നടക്കുന്നത് എസിൽ കണ്ടോ. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ എഴുതാൻ പോവുകയാണ്. 1s ഫസ്റ്റ് ഷെല്ലിലെ എസിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം കൊള്ളും? 2 ഇലക്ട്രോൺ എഴുതാവും. ഓക്കെ, അതായത് 2 ഇലക്ട്രോൺ അവിടെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ 1 ഇലക്ട്രോൺ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതിയാൽ മതി? 1 എഴുതിയാൽ മതി. കഴിഞ്ഞു. അടുത്ത ആളെടുക്കാം നമുക്ക്. ഹീലിയം, അറ്റോമിക് നമ്പർ 2. ഓക്കെ, അപ്പൊ ഹീലിയത്തിൽ ആദ്യം എവിടെ പോകണം? 1s. തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് എപ്പോഴും. ഇപ്പൊ 1s എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. എസിൽ എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. 2. ഈ 2 ഇത് 2 സെയിം ആയില്ലേ? സെയിം ആയി. കഴിഞ്ഞു. അടുത്തത് ലിഥിയം, അറ്റോമിക് നമ്പർ 3. ഓക്കെ, അറ്റോമിക് നമ്പർ 3 എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ ഫില്ല് ചെയ്യണം 1s. 1s ഫില്ല് ചെയ്ത് 2 എണ്ണം, പക്ഷെ ഇവിടെ 3 ആണ്. ഇനി 1 ഇലക്ട്രോണും കൂടി ഉണ്ട്, അത് അടുത്ത ആളിലേക്ക്. കണ്ടോ, ഇത് കഴിഞ്ഞു. അടുത്ത ആള് 2s. കണ്ടോ 2s. ഇങ്ങനെ സാർ വെട്ടുന്നില്ല, ഇങ്ങനെ വെട്ട 2s. ഇപ്പൊ 2s എഴുതുകയാണ്. ഇപ്പൊ 2 ഇലക്ട്രോണായി. ഇവിടെ മൊത്തം എത്രയാണ്? 3. അപ്പൊ ഇനി എത്ര കൂടി വന്നാൽ 3 ആവും. 2 ഇവിടെ ഒരു 1 കൂടി എഴുതിയാൽ മതി. 2 + 1 3. അടുത്തത് ബെർലിയം, അറ്റോമിക് നമ്പർ 4. എഗെയിൻ നമ്മൾ ആദ്യം ഇതിൽ ഫില്ല് ചെയ്യണം 1s2, പിന്നെ ഇതിൽ ഫില്ല് ചെയ്യണം 2s2. ക്ലിയർ? യെസ്. അടുത്തത് ബോറോൺ, അറ്റോമിക് നമ്പർ 5. അപ്പൊ നമുക്ക് നോക്കാം 1s2, 2s2. കണ്ടോ, 4 എണ്ണയാണ്. അതായത് ഇവിടെ 2 എണ്ണം ഫില്ല് ചെയ്തു, കണ്ടോ, ഇവിടെ 2 എണ്ണം ഫില്ല് ചെയ്തു, 4 എണ്ണമാണ്. ഇനി അടുത്തത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കണ്ടോ, അത് കഴിഞ്ഞ് ഇത്. ഓക്കെ, അപ്പൊ 1s കഴിഞ്ഞു, 2s കഴിഞ്ഞു, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ 2p, 2p3s, 2p. അപ്പൊ 5 അല്ലേ? 2 + 2 4 + 1. അടുത്തത് കാർബൺ, അറ്റോമിക് നമ്പർ 6. 1s2, 2s2, 2p. എത്ര എഴുതണം? 2 2 4 6 ആണെങ്കിൽ 2 എണ്ണം കൂടി, കാരണം പിയിൽ 6 എണ്ണം വരെ എഴുതാം. പിയിൽ മാക്സിമം എത്ര എണ്ണം വരെ എഴുതാൻ പറ്റും? 6 എണ്ണം വരെ എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് കാർബൺ വരെ. ഇനി നൈട്രജൻ, അറ്റോമിക് നമ്പർ 7. ഓക്കെ, അപ്പൊ ആദ്യം 2 ഇലക്ട്രോൺ ഇവിടെ 1s2, പിന്നെ ഇവിടെ 2s2, പിന്നെ ഇവിടെ 2p. 2p എത്ര എണ്ണം വരെ കൊള്ളും? 6. പക്ഷെ നമുക്ക് എത്ര എണ്ണം മതി? 2 2 4, ഇവിടെ 7 ആവാൻ നമുക്ക് 3 എണ്ണം മതി. ഓക്കെ, നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ, അറ്റോമിക് നമ്പർ 8. ഓക്സിജൻ നോക്കാം. 1s2, 2s2, 2p. 2 2 4, ഇനി 4 എണ്ണം കൂടി വേണം. 6 എണ്ണം മാക്സിമം കൊള്ളും. ഓക്കെ, അടുത്തത് ഓക്സിജൻ കഴിഞ്ഞാൽ ഫ്ലൂറിൻ, അറ്റോമിക് നമ്പർ 9. 1s2, 2s2, 2p5. ഓക്കെ, 4 5 9. അടുത്തത് ഫ്ലൂറിൻ കഴിഞ്ഞ നിയോൺ, അറ്റോമിക് നമ്പർ 10. എങ്ങനെ എഴുതും? 1s2, 2s2, 2p6. കണ്ടോ, 6 വരെ പി മാക്സിമം എഴുതാം. 2 2 4 4 6 10. അടുത്തത് സോഡിയം, സോഡിയം അറ്റോമിക് നമ്പർ 11. നോക്കാം നമുക്ക്. 1s2, 2s2, 2p6. അപ്പൊ 10 അല്ലേ ആയുള്ളൂ. ഇവിടം വരെ 10. അടുത്ത ആളാരാണ്? 3s. ഇതെഴുതി, ഇതെഴുതി,
ഇത് എഴുതുമ്പോൾ അടുത്ത 2p കഴിഞ്ഞ അടുത്ത ആളാരാണ് 3s. അപ്പൊ 3s എത്ര എഴുതും? 2 2 4 6 10 11 വേണ്ടത്. അപ്പൊ ഒരു 1 കൂടി 11. ഇനി നിങ്ങളോട് സൂക്ഷിച്ചു നോക്കിയേ, ഇത്രയും സാധനം എന്ന് പറയുന്നത് നേരത്തെ എഴുതിയ നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ? അപ്പൊ ഇതിന് പകരം നമുക്ക് നിയോൺ എന്ന് പറയാം. നിയോൺ പിന്നെന്താണ് 3s1. കണ്ടോ? ഇങ്ങനെയും സോഡിയത്തിന്റെ എഴുതാം. മനസ്സിലായോ? സിമിലാർലി നമ്മൾ ഹീലിയത്തിനെ വെച്ചുകൊണ്ട് നമുക്ക് ലിഥിയം എഴുതാം. അപ്പം ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s1. കിട്ടിയല്ലോ. അതായത് ഈ 1s2 എന്ന് പറയുന്നത് ഹീലിയത്തിന്റെ. അപ്പൊ ലിഥിയം നമുക്ക് എങ്ങനെ എഴുതാം? ഹീലിയം പിന്നെ ബാക്കിയുള്ളത് എഴുതാം 2s1. കിട്ടിയോ? അങ്ങനെയും എഴുതാം. അങ്ങനെ നിങ്ങളിപ്പോ എഴുതണ്ട, അങ്ങനെ എഴുതാൻ ചോദിച്ചാൽ അങ്ങനെ എഴുതാം. ഓക്കെ. അപ്പൊ എന്താണ് ഈ പറയേണ്ട അർത്ഥം എന്ന് പറയാമോ? നമ്മൾ ഈ 10 വരുന്നത് നിയോൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രൂപ്പിലാണ്. ലാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന നിയോൺ, ഹീലിയം മുകളിൽ വരും, അതുപോലെ നിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെനോൺ, ഇതിന്റെയൊക്കെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ഫില്ലിഡാണ്. അവരൊക്കെ നോബിൾ ഗ്യാസസ്. അവര് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പറയുന്ന ആളുകൾ അവരുടെ പേര് വെച്ച് അവരുടെ ശേഷം വരുന്നത് നമ്മൾ എന്ത് ചെയ്യും? എഴുതുള്ളൂ. ഉദാഹരണക്ക് സോഡിയം കണ്ടോ? സോഡിയത്തില് ഈ 10 ആദ്യത്തെ 10 ഇലക്ട്രോൺസ് നിയോണിനെ പോലെയെന്ന് എഴുതണം. നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് പകരം. അപ്പൊ ഇത്ര എഴുതിയ സമയം കളയണ്ടാണ്. ഇത്രയും എഴുതുന്നതിന് പകരം നിയോൺ എഴുതിയിട്ട് ബാക്കി 3s അങ്ങനെയും എഴുതാം. അപ്പൊ അത് രണ്ടും ഇതിനൊപ്പം തന്നെ പഠിച്ചു പോവാം. ക്ലിയർ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നിയോൺ, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യണത് 3s. ഓക്കെ, ക്ലിയർ? അപ്പൊ അടുത്ത എഴുതാൻ പോവുകയാണ് മഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12. അപ്പൊ ഇത് വെച്ചിട്ടാണ് എഴുതണമെങ്കിൽ എന്ത് എഴുതണം? 10 എണ്ണം ഇവിടെ പോയി നിയോൺ എഴുതിയതിന്റെ അർത്ഥം 10 എണ്ണം കഴിഞ്ഞു. ഈ 2 എണ്ണം ഫില്ല് ചെയ്യുന്നത് 2 എണ്ണം. 3s ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ കറക്റ്റ് കഴിഞ്ഞു. പക്ഷെ നമ്മൾ മറ്റേതും കൂടി പഠിക്കണം. അപ്പൊ ആദ്യം 1s2 2s2 2p6 അതാണല്ലോ നിയോൺ. ദെൻ 3s2. ക്ലിയർ ആണല്ലോ? അടുത്ത ആള് മഗ്നീഷ്യം കഴിഞ്ഞ അലുമിനിയം ആണ് അറ്റോമിക് നമ്പർ 30. അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ എങ്ങനെ എഴുതും? നിയോൺ 10 എണ്ണം നിയോൺ. ഓക്കെ, നിയോൺ. ദെൻ 3s2 എത്രണ്ണായി? 10 2 12 പോരാ, 13 വേണം. അപ്പൊ 3s കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഫില്ല് ചെയ്യേണ്ടത്? എസിൽ 2 ഇലക്ട്രോണേ എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ഫില്ല് ചെയ്യേണ്ടത് 3p ആണ്. അപ്പൊ 3p1. ശരിയോ? മനസ്സിലായോ? ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ 1s2 2s2 1s2 എഴുതി 2s. ഓക്കെ, ദെൻ 2s കഴിഞ്ഞാൽ അടുത്തത് 2p. കണ്ടോ? ഇതിങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടി പിന്നെ ഇങ്ങനെ വെട്ടി അങ്ങനെ വേണം. 2p6 അത് നിയോണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 10 എണ്ണം. ദെൻ 2p കഴിഞ്ഞ 3s എസിൽ എത്ര കൊള്ളൂ? 2 ഇലക്ട്രോൺ 3s2. ഓക്കെ, അപ്പൊ ഇവിടെ വരെ 10 2 12 പിന്നെ ഒരെണ്ണം കൂടി വേണം. അപ്പൊ 3s ഫില്ല് ചെയ്ത് അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? 3p ആണ്. അപ്പൊ 3p1. ശരിയല്ലോ? നെക്സ്റ്റ് അലുമിനിയം കഴിഞ്ഞാൽ പിന്നെ സിലിക്കൺ ആണ്. അലുമിനിയം സിലിക്കൺ അറ്റോമിക് നമ്പർ 14. ഇപ്പൊ നമ്മൾ നിയോണിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വെച്ച് ചെയ്താൽ നിയോൺ 10 ദെൻ 3s2 അത്രയും നമുക്ക് കിട്ടി. 10 2 12 നമുക്ക് എത്ര വേണ്ടത്? 14. 2 ഇലക്ട്രോൺ പോകണം. അപ്പൊ 3s കഴിഞ്ഞ് അടുത്ത് ഫില്ല് ചെയ്യേണ്ടത് 3p ആണ്. 3p2. ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 അതാണ് നിയോണിന്റെ. ദെൻ 3s2 3p2. ക്ലിയർ? അപ്പൊ സിലിക്കൺ വരെയായി. മക്കളെ എല്ലാം പഠിക്കണം കേട്ടാ. എല്ലാം സാറിനൊപ്പം തന്നെ എന്ത് ചെയ്യണം? എഴുതി പോകണം. ഓക്കെ, നെക്സ്റ്റ് എവിടെ വരെ പറഞ്ഞു? 14. ദെൻ ഫോസ്ഫറസ് അറ്റോമിക് നമ്പർ 15. ഫോസ്ഫറസ് വരുമ്പോ 15 അല്ലേ? അപ്പൊ 10 + 5 10 ആരാണ്? നിയോൺ പിന്നെ 3s2 എന്ന് പറയുമ്പോൾ എത്ര? 10 + 2 12 ആയി. നമുക്ക് ഇനി എത്ര കൂടി വേണം? 15 ആവാൻ 3 എണ്ണം കൂടി വേണം. 3s2 കഴിഞ്ഞാൽ 3pയിൽ എത്ര എണ്ണം ഫില്ല് ചെയ്യണം? 3 എണ്ണം. കേട്ടോ? ഇനി അത് കറക്റ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 ഇത്രയാണ് നിയോൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ.
ദെൻ 3s2 3p3. നോക്കിക്കോ, 2 4 6 10 12 3 15. ഓക്കെ, അടുത്തത് സൾഫർ ആണ്, അറ്റോമിക് നമ്പർ 16. ഓക്കെ, 16 എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ 10+6, 10 പകരം നിയോൺ 3s, ഇത്ര ഓർത്തിരിക്കണം കേട്ടോ, നിയോൺ 3s. ഓക്കെ, 3s2 എത്രയായി? 10% 12. ഇനി 4 കൂടി കാണും. 3p 4 കൊള്ളൂലേ? 6 വരെ കൊള്ളുമല്ലോ. ഇപ്പൊ 4 അവിടെ എഴുതി, കറക്റ്റ് ആണ്. സാർ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണോ? മനസ്സിലായാലോ? 4 വേഗം എഴുതുക. 1s2 2s2 2p6. അത് നിയോന്റെ ആണ് സാർ എഴുതുന്നത്. അല്ല, ബാക്കി ഇനി ഇത് ഞങ്ങളുടെ അടുത്ത് എഴുതിയാൽ മതി. 3s2 3p4. ക്ലിയർ? അപ്പൊ അത് കഴിഞ്ഞു. ഇനി 17 ക്ലോറിൻ ആണ്. 17 എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 17 ക്ലോറിൻ. ക്ലോറിൻ വരുമ്പോൾ 10+7 10+7 10 ആരാണ്? നിയോ. പിന്നെ 3s2 എത്രയായി? 10+2 12 പക്ഷെ നമുക്ക് എത്ര വേണം? 17 വേണം. 5 എണ്ണം കൂടി വേണം. അത് അടുത്ത ഓർബിറ്റിൽ 3p5 അടുത്ത സെക്ഷൻ. കാരണം 3s കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 3p ആണ്. നമ്മൾ ഇതുവരെ 4sലേക്ക് എത്തിയിട്ടില്ല. 3p വരെ ആയിട്ടുള്ളൂ. കണ്ടോ? ഓക്കെ, അപ്പൊ ഇത് എഴുതുകയാണെങ്കിൽ 1s2 2s2 2p6 3s2 3p5. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്? ആർഗൺ അറ്റോമിക് നമ്പർ 18. ആർഗൺ നമ്മൾ നിയമം വെച്ച് എഴുതേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ എഴുതാം. ആർഗൺ നമുക്ക് മൊത്തത്തിൽ എഴുതാം. 1s2 2s2 2p6 3s2 3p6. കണ്ടോ? മാക്സിമം കയറി കഴിഞ്ഞാൽ അത് ആരായിരിക്കും മക്കളെ? അത് നോബിൾ ഗ്യാസസ് ആയിരിക്കും. മനസ്സിലായോ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വരെ എന്ത് ചെയ്യാം? നിയോൺ വെച്ച് എഴുതാം. ഇതെങ്ങനെ വരും? നിയോൺ 3s2 3p6. കിട്ടിയല്ലോ? കിട്ടി. യെസ്. ഇനി നമുക്ക് 19 പൊട്ടാസ്യം എഴുതാം. പൊട്ടാസ്യം. അപ്പൊ ഇനി അടുത്തതാണ് 10 കഴിഞ്ഞല്ലോ. 18 ആരാണെന്നറിയോ? ഇപ്പൊ നമ്മൾ പഠിച്ചു ആർഗൺ. ഓക്കെ, ഇനി പൊട്ടാസ്യം നമ്മൾ പൊട്ടാസ്യം വളരെ ശ്രദ്ധിക്കുക. 19. അപ്പൊ നിങ്ങൾ ആലോചിച്ചു 18 വരെ ആർഗൺ. ആർഗൺ 10 എഴുതണ്ട, ആർഗൺ 18 വരെ ആർഗൺ കാണിച്ചാൽ. അപ്പൊ ആർഗൺ അവസാനം 3p6ലാണ്. അതായത് ഇവിടം വരെ എഴുതി. 18 ഇവിടെ അവസാനിച്ചു. 19 ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫോറസ്റ്റിലേക്ക് പോകണം. അപ്പൊ 4s1. കിട്ടിയോ? അപ്പൊ ആർഗന്റെ നമ്മൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആർഗൺ കഴിഞ്ഞ് പിന്നെ വരുന്നത് 4s ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കണ്ടോ? 10 വെച്ച് എഴുതുമ്പോ നിയോൺ 10, പിന്നെ സ്റ്റാർട്ട് ചെയ്യണ സബ്ഷെല്ലി 3s. 18 വെച്ച് എഴുതുമ്പോ, അതായത് 18 ശേഷമുള്ള എലമെന്റ് എഴുതുമ്പോ ആർഗൺ പിന്നെ സ്റ്റാർട്ട് ചെയ്യണത് ഓർത്തിരിക്കണം ആരാണ്? 4s. ഓക്കെ, അപ്പൊ ആർഗൺ 4s. ഇനി ഇതിന്റെ മൊത്തത്തിൽ എഴുതി കഴിഞ്ഞാല് 1s2 ആദ്യം 2 ഇലക്ട്രോൺ, 2s2 പിന്നെ ഇവിടെ, ദെൻ 2p6 പിയില് മാക്സിമം 6, ഇവിടെ 2p കഴിഞ്ഞ 3s 3s2 3s കഴിഞ്ഞ 3p 3p6 ദെൻ 4s1. ഓക്കെ, പൊട്ടാസ്യം. ദെൻ കാൽസ്യം അറ്റോമിക് നമ്പർ 20. യെസ്, അറ്റോമിക് നമ്പർ 20 വരുമ്പോ ആർഗൺ 4s. 18 ഇവിടെ പോയി 2 20. എസിൽ 2 ഇലക്ട്രോൺ ഉള്ളൂല്ലോ, മാക്സിമം 2 ഇലക്ട്രോൺ. 10 ഉള്ളൂ. അതായത് 1s2 2s2 2p6 3s2 3p6 പിന്നെന്താ? 4s2. ദാറ്റ് ഈസ് കാൽസ്യം. ഓക്കെ, കാൽസ്യം കഴിഞ്ഞ സ്കാൻഡിയം 21. സ്കാൻഡിയം എങ്ങനെ എഴുതും? അപ്പോ ആർഗൺ 18 ഇവിടെ പോയി 2 ഇലക്ട്രോൺ ഫിൽ ചെയ്തപ്പോ 20. പക്ഷെ 21 സ്കാൻഡിയം. മക്കളെ 4s കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യേണ്ടത് ആരാണെന്നറിയോ? 3d. ഇത്രയൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. 3d. ഈ ഓർഡർ കഴിഞ്ഞ പിന്നെ അടുത്ത ആരാണ്? 3d. അപ്പോ ഫോറസ്റ്റ് കഴിഞ്ഞു 3d. 3dയിൽ മാക്സിമം 10 ഇലക്ട്രോൺ വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് ഒരെണ്ണം മതി. ഇവിടം വരെ എത്ര? 20 ആയി. 20 + 1 21. കിട്ടിയല്ലോ? യെസ്. അപ്പൊ സ്കാൻഡിയം കഴിഞ്ഞ പിന്നെ സ്കാൻഡിയം ടൈറ്റാനിയം 22, വനേഡിയം 23, ക്രോമിയം
24. ഇതിനകത്ത് ക്രോമിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് വിട്ടു പോകരുത്, ഇതുവരെ വെയിറ്റ് ചെയ്യട്ടോ. ക്രോമിയം ഒരു സ്പെഷ്യൽ ഇലക്ട്രോണിക് കോമ്പിനേഷൻ ആണ്. ടൈറ്റാനിയം നമുക്ക് നോക്കാം. ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ 18 വരെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഏതാണ്? AR. ഇത്രയും 18ആയി. അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4S ആണ്. 4S2 20ആയി. അടുത്തത് 4S കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 3D ആണ്. 3D എത്ര എഴുതണം? ഇവിടം വരെ 20, ഇനി 2 കൂടി എഴുതണം. ഡിയിൽ എത്ര വരെ കൊള്ളും? 10 വരെ കൊള്ളും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതിന്റെ വീണ്ടും എഴുതണം സാർ. എഴുതാം നമുക്ക് 1S2, 2S2, 2P6, 3S2, 3P6, 4S2, 3D2. കണ്ടാ? അടുത്ത് വനീഡിയം. വനീഡിയം വരുമ്പോ 18 പ്ലസ് എത്ര വേണം? ആർഗൺ 18. ഓക്കെ. 4S2 അപ്പൊ എത്ര? 20. 3 കൂടി പോകും. അപ്പൊ 3D3. എല്ലാം കോൺഫിഗറേഷൻ ഏതെങ്കിലും 1S2, 2S2, 2P6, 3S2, 3P6, 4S2, 3D3. ക്ലിയർ? യെസ്. ഇനി ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോകുന്നതിന് മുന്നേ സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെയാണ് ഓർഡർ എങ്കിലും ആദ്യം പറയാമെന്ന് വെച്ചാൽ പിന്നെ കൺഫ്യൂഷൻ ആകും. അപ്പൊ ഇതാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ ഇത് കറക്റ്റാണ്, ശരിയാണ്. പക്ഷെ നമുക്കറിയാലോ, ഫസ്റ്റ് ഷെല്ലിൽ എസ്, സെക്കൻഡ് ഷെല്ലിൽ എസും പിയും, തേർഡ് ഷെല്ലിൽ എസും പിയും ഡിയും ഇല്ലേ. പക്ഷെ അതിന് മുന്നേ കൂടെ എഴുതി വെച്ചില്ല. ഇത് കറക്റ്റ് ആണ്. പക്ഷെ എഴുതുമ്പോൾ 3D കഴിഞ്ഞിട്ട് 4S2 എഴുതി വെക്കണം. ഫില്ല് ചെയ്യണ ഓർഡറാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, എഴുതുന്ന ഓർഡറല്ല. ശ്രദ്ധിച്ചോ. ഫില്ല് ചെയ്യുന്ന ഓർഡർ മാത്രമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീഡിയോ അവസാനം വരെ കാണും. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്തവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. എന്താ പറഞ്ഞത്? ഫില്ല് ചെയ്യുന്ന ഓർഡറാണ് നമ്മൾ ഇപ്പൊ ഇത്രയും എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഷെൽ വൈസ് ഓർഡർ എഴുതുമ്പോൾ 1S2, 2S2, 2P6, 3S2, 3P6, 3D3, 4S2 ഇങ്ങനെ എഴുതി വെക്കണം പരീക്ഷയ്ക്ക്. ഇതെന്താ സാർ നേരത്തെ പറഞ്ഞ? നേരത്തെ ഇങ്ങനെ ഒരു ഡിഫറൻസ് വന്നില്ല, ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുന്നത്. മനസ്സിലായോ? അപ്പൊ 3 കഴിഞ്ഞിട്ട് 4 എഴുതാവോ? എങ്ങനെ എഴുതും? ഉത്തരം എഴുതുമ്പോ ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫില്ല്. എന്നിരുന്നാലും ഇങ്ങനെ എഴുതിയ കുട്ടികൾക്ക് ടീച്ചേഴ്സ് മാർക്ക് തരും കേട്ടാ. ഇതും കൂടി എഴുതിയാൽ നല്ലത്. ഓക്കെ. യെസ്. ഇനി നമുക്ക് ക്രോമിയത്തിലേക്ക് പോകാം. ക്രോമിയം. ഓക്കെ. ക്രോമിയം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പോലെ തന്നെ നമുക്ക് എനർജി ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇതാണ് ആദ്യത്തെ ഷെല്ല് 1S. ഓക്കെ, 1. രണ്ടാമത്തെ ഷെല്ലിൽ നമുക്ക് 2S ഉണ്ട്. നിങ്ങൾ കുറച്ചുകൂടി കയറി നിൽക്കുന്ന ആരാണ്? 2P ഉണ്ട്. ഓക്കെ. മൂന്നാമത്തെ ഷെല്ലിൽ നമുക്ക് 3S ഉണ്ട്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന 3P ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ 4S ഉണ്ട്. അതിന് മുകളിലാണ് ആര്? 3D. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഹൈഡ്രജന്റെ കേസ്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, ഒരു ഇലക്ട്രോൺ. ഹീലിയം വന്നപ്പോ 2 ഇവിടെ ഫില്ല് ചെയ്തു. ലിഥിയം വന്നപ്പോ 3 ഇവിടെ ഫില്ല് ചെയ്തു. മനസ്സിലായോ? ബെർലിയം വന്നപ്പോ 4 4 1 2 3 4 കണ്ടോ? 1S 2S. ബോറോൺ വന്നപ്പോ 5 ഇവിടെ ഫില്ല് ചെയ്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കറിയാം പി എന്ന് പറഞ്ഞാല് 3 എന്താണ് ഓർബിറ്റൽ. ഓരോന്നിനും 2 3 ഘട്ടത്തിൽ. അപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ 2 4. ബോറോൺ 5, ബോറോൺ 5 വരുമ്പോ 5ാമത്തെ ഇലക്ട്രോൺ ഇവിടെ, 6ാമത്തെ ഇലക്ട്രോൺ ഇവിടെ. അടുത്താര്? ബോറോൺ കഴിഞ്ഞ കാർബൺ. ഹൈഡ്രജൻ വരുമ്പോ 7ാമത്തെ ഇലക്ട്രോൺ. പിന്നെ ഓക്സിജൻ 8ാമത്തെ ഇലക്ട്രോൺ വരുമ്പോ അത് ഇവിടെ വരും, തല തിരിഞ്ഞു. കണ്ടോ? സ്പിൻ കോണ്ടാണ്. 9ാമത്തത് ഫ്ലോറിൻ. ഓക്കെ. 10ാമത്തത് ആരാണ്? നിയോ. ഇലക്ട്രോൺ ഫില്ലിംഗ് നടന്നല്ലോ. ഇതിനേക്കാളും കൂടുതൽ ഇതിനൊക്കെ പൊങ്ങി അങ്ങനെ പോകണം. കണ്ടോ? അടുത്തത് 11 സോഡിയം വരുന്നത് ഇവിടെ ഫസ്റ്റ് ഇലക്ട്രോൺ. ഓക്കെ. മഗ്നീഷ്യം വന്നപ്പോ ഓർമ്മ. അലുമിനിയം വന്നപ്പോ വീണ്ടും പി ആണ്. അപ്പൊ 3 കണ്ടാ? 3 ഓർബിറ്റൽസ് ഉണ്ട്. അലുമിനിയത്തിൽ ഒരെണ്ണം പോയി. അലുമിനിയം അത് എടുത്തു കഴിഞ്ഞ് പിന്നെ
സിലിക്കൺ 14, ഫോസ്ഫറസ് 15, ഓക്കെ, സൾഫർ 16, ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20. ഓക്കെ, അപ്പൊ 20 എണ്ണം. സ്കാൻഡിയം 21. എങ്ങോട്ട് പോകണം? ഫോറസ് കഴിഞ്ഞാൽ ഫോറസ്റ്റിനേക്കാൾ വലുതാരാണ്? 3D ആണ്. 3Dയിൽ നിങ്ങൾ നോക്കുമ്പോ 1, 2, 3, 4, 5 ഓർബിറ്റൽസ് ഉണ്ട്. 5 ഘട്ടങ്ങളുണ്ട്. ഓരോന്നിൽ ലെറ്ററും വെച്ച് 5 ഉണ്ട്, 10 ലെറ്റർ. ഫോറസ്റ്റിൽ ലെറ്റർ ഫില്ല് ചെയ്തതിനു ശേഷം സ്കാൻഡിയം അറ്റോമിക് നമ്പർ 21, ഫോറസ് 2, 3D 1. ഓക്കെ, അടുത്തത് സ്കാൻഡിയം കഴിഞ്ഞ ടൈറ്റാനിയം അറ്റോമിക് നമ്പർ 22, ഇവിടെ പോയി. അടുത്ത് കഴിഞ്ഞ വനേഡിയം അറ്റോമിക് നമ്പർ 23, ഇവിടെ പോയി. അടുത്തത് ക്രോമിയം അറ്റോമിക് നമ്പർ 24, സ്വാഭാവികമായിട്ടും ഇവിടെ പോകണം. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിസ് ഈസ് ആൻ എക്സ്പെക്ടഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എന്താണ്? ക്രോമിയം. നമുക്കൊന്ന് എഴുതി നോക്കാം. 1s2, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4. ദിസ് ഈസ് അവർ എക്സ്പെക്ടഡ്. ഇങ്ങനെ വരണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ശരിയാണല്ലോ. ഇവിടെ ഫില്ല് ചെയ്ത് പോകണം. ഹാൻഡ്സ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്ന് വെച്ചാൽ ഓരോന്ന് ഫില്ല് ചെയ്ത് പോകണമെന്നാണ് ആ റൂൾ പറയാം. ഇങ്ങനെ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഡി ഓർബിറ്റലിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ടു അറ്റൈൻ മോർ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് ഈ ഡി ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വലിക്കും. മാറിപ്പോയില്ലേ? എല്ലാ നിയമങ്ങളും മാറി. എന്നിട്ട് ഇതിനെ അങ്ങനെ ഫില്ല് ചെയ്യും. ശരിക്കും ഇവിടെ 2 വെച്ച് 10 കൊള്ളാം. ഇപ്പൊ എത്ര എണ്ണമായി? 5. അപ്പൊ ഇവിടെ എത്ര ഉള്ളൂ? 6. ഒരു ഗ്യാപ്പ് ഇടുക. അപ്പൊ നമ്മൾ എഴുതിയ ഇലക്ട്രോൺ കോൺഫിഗറേഷനിലെ ചെറിയൊരു വ്യത്യാസം വന്നു. ഫോറസ്റ്റിൽ 1, 3Dയിൽ എത്രയായി? 5. ഇപ്പൊ മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? കിട്ടി. അപ്പൊ സാറേ അടുത്ത ആള് വരുമ്പോഴും, അതായത് Fe നോക്കാം. അപ്പൊ ഈ ക്രോമിയത്തിന്റെ സ്പെഷ്യൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. എങ്ങനെ എഴുതണം? ക്രോമിയം 1s2, 2s2, 2p6, 3s2, 3p6, 4s2 ആണല്ല, 4s1, 3d5. ഇങ്ങനെ എഴുതിയതിനു ശേഷം ഇത് ഓർഡർ ആക്കി എഴുതുമ്പോ 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും കേട്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത്? അപ്പൊ നമ്മൾ എന്ത് പറയണം? ടു അറ്റൈൻ മോർ സ്റ്റെബിലിറ്റി. ഹാഫ് ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആണ്, പകുതി നിറയുന്ന ഡി ഓർബിറ്റൽസ് ആണ് സ്ഥിരത കൂടുതൽ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ക്രോമിയത്തിനെ പോലെ തന്നെ ആരും കാണിക്കും? കോപ്പറും കാണിക്കും. ഓക്കെ, അതും കൂടി സാർ പറഞ്ഞേക്കാം. കോപ്പർ ഇതേപോലെ തന്നെ ഈ രണ്ടുപേരെ സ്പെഷ്യൽ ആയിട്ട് പഠിക്കണം. അപ്പൊ കോപ്പർ നോക്കിയേ. കോപ്പർ എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ 29 ആണ്. ഓക്കെ, അപ്പൊ 29 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. കോപ്പറിന്റെ നോർമൽ കേസ് നമ്മൾ ആദ്യം പറയാൻ പോവുകയാണ്. ഇവിടം വരെ ഫില്ല് ചെയ്തു. ഇവിടെ എത്രയായി? ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് എത്രയായി? 2, 4, 10, 12, 6, 18, 20 ആയി. 21, 22, 23, 24, 25, 26, 27, 28, 29. ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ്. അതായത് കോപ്പറിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 4s2. അടുത്തത് 3D. 3Dയിൽ 9 പേര്. ഇവിടം വരെ 20, പിന്നെ 9, 29. ഇതാണ് എക്സ്പെക്റ്റഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ബട്ട് ഇവിടെ വരുമ്പോൾ എന്താണ്? ഇത് ഫിൽഡ് ആണ്, ഇത് കംപ്ലീറ്റ് ആയി, ഇവിടെ ഒരു വേക്കന്റ് വന്നു. അപ്പൊ ഈ ഡി ഓർബിറ്റൽ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് ഇലക്ട്രോൺ പോയി, ഇത് ഇവിടെ വന്ന് കിടന്നു, ഇത് ഫില്ലായി, കംപ്ലീറ്റ്ലി ഫില്ലായി. അതായത് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പോയിട്ട് ഇവിടെ എന്താവും? മാറും, 10 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദ സ്പെഷ്യൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എന്താണ്? കോപ്പർ. മനസ്സിലായോ? അപ്പൊ ഇതെടുത്ത് എഴുതുമ്പോ നമ്മൾ എന്ത് എഴുതണം? എഴുതുമ്പോ 1s2, 2s2, 2p6, 3s2, 3p6,
4s എഴുതരുത്. പിന്നെ എന്ത് എഴുതണം? 3d പക്ഷെ ഫില്ല് ചെയ്യേണ്ടത് 10 then 4s 1. മനസ്സിലായോ? അപ്പൊ നമ്മൾ എവിടം വരെയാണ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്? ക്രോമിയം വരെ അല്ലേ? അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള 4-5 പേര് ഇവിടെ എഴുതണ്ടേ? എഴുതാം. പക്ഷെ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ എന്താണ് ഒരെണ്ണം പെട്ടെന്നായിരിക്കും ചോദിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇനി എവിടെ വരെ എഴുതാനുള്ളത്? മാഗ്നീസ് അറ്റോമിക് നമ്പർ 25 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. അപ്പൊ നിങ്ങൾ ആദ്യം ഈ സാധനം വരച്ചിടുന്നു, ദെൻ ഇങ്ങനെ വെട്ടുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ആളെ കിട്ടി 1s, പിന്നെ ഇങ്ങനെ എഴുതുന്നു 2s2, പിന്നെ ഇങ്ങനെ വെട്ടുന്നു. ഓക്കെ 2p6 ഇവിടെ നോക്കാം. ഓക്കെ 3s2, ദെൻ അടുത്ത് 3p6, ദെൻ 4s2 വരെ എത്തുമ്പോഴത്തേക്കും 20 ആയിട്ടുണ്ടാവും. നമുക്ക് ചോദിച്ചാൽ 25 4s2 കഴിഞ്ഞ പിന്നെ ആരാണ്? 3d. 3d that's all. ഇനി ഇത് ഇതേപോലെ എഴുതാൻ പറ്റുമോ? പറ്റൂല. ഓർഡർ ആക്കി എഴുതണം. അപ്പൊ 4sന്റെ മുന്നേ 3d5 എഴുതണം കേട്ടോ. അപ്പൊ എങ്ങനെ വരും? 3d5 4s2. ഓക്കെ യെസ്. അടുത്തത് അയൺ ആണ് അറ്റോമിക് നമ്പർ 26. പെട്ടെന്ന് എഴുതാം. 1s2 2s2 2p6 3s2 3p6 4s2, അതായത് 4s2 വരെ, ദെൻ 26 3d6. എന്ത് ചെയ്യണം? 3d6 എഴുതിയിട്ട് വേണം 4s2 എഴുതാൻ. ഓക്കെ അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓർഡർ ഫില്ല് ചെയ്യുന്ന ഓർഡറിൽ എഴുതി നോക്കിയിട്ട് വേണം ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ ഇനി അയൺ കൊബാൾട്ട് അറ്റോമിക് നമ്പർ 27 1s2 2s2 2p6 3s2 3p6 3d7 4s2 ഫില്ല് ചെയ്തിട്ട് 3dയിലേക്ക് പോകും. ഓക്കെ അടുത്തത് കൊബാൾട്ട് കഴിഞ്ഞ നിക്കൽ അറ്റോമിക് നമ്പർ 28. ഇതേപോലെ തന്നെ എഴുതാം. അവസാനം വരുമ്പോ 3d8 4s2. ഓക്കെ കോപ്പർ എഴുതരുത്. കോപ്പർ ഇങ്ങനെ എഴുതരുത്. 3d9 4s2 എഴുതരുത്. കോപ്പർ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എന്താണ്? 3d10 4s1. the last one in this video, സിങ്ക്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സിങ്ക് വരെ പറയും. അപ്പൊ എങ്ങനെ എഴുതാം? സിങ്ക് വരെ നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 3d. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. 3d10 ആദ്യം എഴുതണം, then 4s2. അപ്പൊ മക്കളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു അല്ലേ? സാറ് തുടക്കത്തിൽ ഒരു വലിയ എല്ലാം എഴുതിയില്ലേ? അതിന്റെ ട്രിക്കാണ് ഇനി പറയാൻ പോണത്. അപ്പൊ ആരും വിട്ടുപോകരുത്. പെട്ടെന്ന് കഴിയുന്നത് 2 മിനിറ്റ് വന്നു. ഓക്കെ യെസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന്മാരൊക്കെ ഞെട്ടിക്കാം. എടാ നിങ്ങൾക്ക് 4s2 വരെ എഴുതാൻ പറ്റുള്ളൂ, ഞാൻ എന്റെ 8s വരെ ഇങ്ങനെ എഴുതാൻ. ഓക്കെ അപ്പൊ അവര് ചോദിക്കും ഇത് ഇവിടെ നിന്ന് കിട്ടിയതാ? അപ്പൊ നിങ്ങൾ പറയാ സണ്ണി സാർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അതിനകത്ത് കയറി കാണാം. ആ സാറാണ്, നിങ്ങളൊന്ന് കണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് എന്തെങ്കിലും കിട്ടും. സാർ അത്രയും പഠിപ്പിച്ചാലേ ഒന്ന് പറയാം. എന്റെ താഴെയും കമന്റ് ചെയ്യാം. ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ മക്കളെ, ഒന്നുമില്ല. വളരെ ഈസിയാണ്. നോക്കിക്കോളൂ. എസ് നിങ്ങൾക്കറിയാം, പി ഉണ്ടെന്ന് അറിയാം, ഡി ഉണ്ടെന്ന് അറിയാം, എഫ് ഉണ്ടെന്ന് അറിയാലോ. യെസ്. ഇനി എസിന്റെ വാല്യൂ എന്താണ്? 0, പിയുടെ വാല്യൂ 1, ഡിയുടെ വാല്യൂ 2, എഫിന്റെ വാല്യൂ 3. ഇതാണ് അതിന്റെ എൽ വാല്യൂസ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിയാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഷെല്ലിലാണ് എസ് ഉള്ളത്, പി ആരംഭിക്കുന്നത് സെക്കൻഡ് ഷെല്ലിലാണ്, ഡി ആരംഭിക്കുന്നത് തേർഡ് ഷെല്ലിലും, എഫ് ആരംഭിക്കുന്നത് ഫോർത്ത് ഷെല്ലിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. എസ് ആരംഭിക്കുന്നത് ഫസ്റ്റ് ഷെല്ലിൽ, അതായത് ഫസ്റ്റ് ഷെല്ല്. അത് നിങ്ങൾ SPDF എഴുതാം, 1 2 3 4 എഴുതാം, അത്രേ ഉള്ളൂ. ഇനി പറയണ ശ്രദ്ധിക്കുക. എസ് 2 പ്രാവശ്യം എഴുതാം. എസ് എഴുതി. അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പി എസ് എഴുതാം 2 പ്രാവശ്യം. പി എസ് കിട്ടിയല്ലോ. അടുത്തത് പി എഴുതിയില്ല, ഞാൻ അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡി പി എസ് വീണ്ടും ഡി പി എസ് കൺഫ്യൂഷൻ ആവരുത്. എസ് 2 പ്രാവശ്യം എഴുതാം. ദെൻ പി എസ്, പിന്ന് ഇവിടെ നിന്ന് എസ് വരെ, പി എസ് 2 പ്രാവശ്യം. അടുത്തത് ഡി പി എസ് 3 പ്രാവശ്യം എഴുതാം. ഡി പി എസ് ക്ലിയർ ആണല്ലോ. ഇനിയിപ്പോ എന്ത് ഇപ്പൊ കിട്ടിയിട്ടിருக்கு ഇവിടുന്ന് എഫ് മുതൽ എസ് വരെ
എഫ് ഡി പി എസ് നോക്കിക്കോളൂ. എഫ് ഡി പി എസ് വീണ്ടും എഫ് ഡി പി എസ്. ഇനി എസ് ആരംഭിക്കുന്ന എന്തിലാണ്? 1 1 2 എസ് ഇങ്ങനെ കണ്ടിന്യൂസ് 3 എസ് എവിടെയുണ്ട് അവിടെ കൊടുക്കുക 4 5 6 7 8. ഇനി പി ആരംഭിക്കുന്ന എന്തിലാണ്? 2 അതായത് സെക്കൻഡ് ഷെല്ലിൽ നിന്നാണ് പി ആരംഭിക്കുന്നത്. 2 പി ഉള്ള സ്ഥലത്ത് 2 സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ആണ് കണ്ടിന്യൂസ് കൊടുക്കുക 3p 4p 5p 6p 7p. ഇനി ഡി ആരംഭിക്കുന്നത് 3 ഇവിടെ 3d 3d ഉണ്ടാവും. പിന്നെ ഇവിടെ ഡി വരുന്നതാണ് 4d 5d 6d 7d ഇല്ല. ഇനി എഫ് ആരംഭിക്കുന്നത് 4 അപ്പോ എഫ് എവിടെ സ്റ്റാർട്ട് ചെയ്യണത്? 4f എന്താ 5f. അപ്പോ ഇത്രയും ഓർഡർ നിങ്ങൾ കാണപ്പെടാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? അത്രയും നിങ്ങളോട് ചോദിക്കോ? ഇല്ല. നിങ്ങളോട് എവിടം വരെ ചോദിക്കുള്ളൂ? ഇവിടം വരെ ചോദിക്കുള്ളൂ. ശരിയോ? മനസ്സിലായോ? ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ആകെ 2 പിള്ളേർ മാത്രം സ്ഥിരമായിട്ട് കമന്റ് ചെയ്യണത്. നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യൂസ് കുറവാണ്. അപ്പൊ സാർ ആദ്യം നിർത്താമെന്ന് വിചാരിച്ചു വീഡിയോ, ഇനി ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കാരണം ആകെ 70-80 പേരെ കാണും. മറ്റ് എന്താ പറയാ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റ് ചാനലുകളോടും മത്സരിക്കാനായിട്ടുള്ള ലൈവൊക്കെ നടത്താനുള്ള കപ്പാസിറ്റി സാറിനില്ല. അതിനുള്ള സെറ്റപ്പ് ഒന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ ഈ ചെറിയൊരു സെറ്റപ്പിലാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. എന്താണ്? നോട്ട്സ്, നമ്മുടെ റിവിഷൻ നോട്ട് പ്ലസ് 30 മോഡൽ ക്വസ്റ്റ്യൻ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് പീരീഡ് ബ്ലോക്ക് ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെ കണ്ടു, അത് ആ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് വരും. പീരീഡും ബ്ലോക്കും കണ്ടുപിടിക്കാൻ, അതായിരിക്കും 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. ആ വീഡിയോയോട് കൂടി ഓൺ എക്സാമിന്റെ ടോപ്പിക്ക് കഴിയും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ റീച്ചിൽ എത്തിക്കുക, മാക്സിമം കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.